പാലക്കാട് ഒരു ജീവൻ മരണ പോരാട്ടം. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ചേലക്കര ഇപ്പോൾ ചർച്ചയിലേ ഇല്ല. എല്ലാവരും പാലക്കാട് പാലക്കാട് എന്ന ചർച്ചയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടത് ചുരുങ്ങിയെന്ന് പറഞ്ഞാൽ, പാലക്കാട് അവകാശവാദങ്ങളില്ല. 15,000 വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞവരൊന്നും ഇപ്പൊ കാണാനുമില്ല. ഇപ്പോ ജയിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. ആകെ നമ്മുടെ സരിൻ മാത്രം ആത്മവിശ്വാസത്തോടു കൂടി 7,000 വോട്ട് മുതൽ 15,000 വോട്ട് വരെയൊക്കെ അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നുണ്ട്. ഇതിൽ എന്താണ് നിങ്ങൾക്ക് ഇതുവരെ തോന്നി എന്നുള്ള ഒന്നോ രണ്ട് അഭിപ്രായങ്ങളിലൂടെ കേട്ടാൽ അതിനു കൂടി വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ആർക്കെങ്കിലും പാലക്കാടിനെ സംബന്ധിച്ച് എന്താണ് ഒരു വിലയിരുത്തൽ സ്വന്തം നിലയ്ക്കുണ്ടോ? ഏതെങ്കിലും സജീവ് റയറോത്ത്, യെസ്, ഹായ്, ശശി പി കെ, സജു ജോൺ ജോസഫ് ടി വി എം, സുധീർ കുമാർ അരേക്കണ്ടി, യെസ്, കേൾക്കുന്നുണ്ട്. ഓക്കെ, സോ എന്തുണ്ട് പാലക്കാടത്തെ നിങ്ങളുടെയൊക്കെ ഒരു അനുമാനങ്ങൾ, വിലയിരുത്തൽ എന്താണെന്നൂടെയൊക്കെ അറിഞ്ഞാൽ നമുക്ക് ഒരു വലിയ പോരാട്ടമാണ്. വളരെ ശ്രദ്ധാപൂർവം കേരളം ഉറ്റുനോക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. കാര്യം കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം സംഘപരിവാർ നിയമസഭയിലേക്ക് എൻട്രി ചെയ്യുമോ എന്നുള്ളതാണ് സാഗൂതം വീക്ഷിക്കുന്നത്. വലിയ പ്രതീക്ഷയിലാണ് BJP എങ്കിലും ടൈംസ് ഓഫ് ഇന്ത്യ പത്രം പോലും കച്ചി തൊടൂല എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടും അവർ ഇപ്പോഴും അവകാശപ്പെടുന്നുണ്ട് അവർ വിജയിക്കുമെന്നുള്ള കാര്യം. സജു ജോൺ ജോസഫ്, സരിൻ ഇപ്പൊ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ഈ തെരഞ്ഞെടുപ്പ് അവലോകനം എന്ന് പറയുന്ന ഒരു സംഭവം പലരും നടത്തി കണ്ടിട്ടുണ്ട്. എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഈ കണക്കുകൾ വെച്ച് നോക്കുന്നതിനപ്പുറം ആധികാരികമായിട്ട് ജനമനസ്സുകളുടെ ഒരിക്കലും റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ ആക്കാനായിട്ട് ഒരു മനുഷ്യർക്കും കഴിയില്ല. ഒരു മനുഷ്യന്റെയും മനസ്സ് വായിച്ചെടുക്കാൻ മറ്റൊരു മനുഷ്യന് കഴിയാറേ ഇല്ല എന്നുള്ളതാണ്. സത്താർ സരിൻ ജയിക്കണം. വ്യക്തമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടവും ജനങ്ങളുടെ കാഴ്ചപ്പാടുമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്. പലപ്പോഴും രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ട്, രാഷ്ട്രീയം ഒരു അഭിവാജ്യ ഘടകമാകാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള ചില കാൻഡിഡേറ്റ് ചിലയിടത്തൊക്കെ പരാജയപ്പെട്ടു പോകുന്നതാണ്. അത് നമ്മൾ തൃക്കാക്കര കണ്ടതാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സഹതാപം അലയടിച്ചപ്പോൾ സംഭവിച്ചത് എന്താണ്? ഒരുപക്ഷെ സമൂഹത്തിന് കൂടുതൽ ഗുണകരമാകുന്ന ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ ജോ ജോസഫ്. ഒരു സംശയം വേണ്ട, തൃക്കാക്കരനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലിസി ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഒരു കാർഡിയോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തെയൊക്കെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും പൊളിറ്റീഷ്യനായിട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് ഹെൽത്ത് മേഖലയിൽ എന്തൊക്കെ മാറ്റം കൊണ്ടുവരണം, പ്രൊഫഷണലി നല്ല കാഴ്ചപ്പാടുണ്ടാകും. അതേ സമാനമായിട്ടുള്ള ഒരു വിഷനുള്ള വ്യക്തി ആയിരുന്നു എന്നല്ല, ആണ് സരിൻ. ആ സരിൻ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷാപൂർവ്വം നോക്കുന്നത്. കാര്യം ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തു കഴിഞ്ഞു. ഒരു വ്യക്തിയെ ജനങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ്, പ്രചരണ രംഗത്ത് ഏതൊക്കെ രീതിയിൽ ജനങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട് അവരുടെ മുന്നിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ എത്രമാത്രം എഫക്റ്റീവായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അതും ചെയ്തിട്ടുണ്ട്. അപ്പോ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നേരിട്ട് കണ്ടു. പ്രചരണ രംഗത്ത് കാടിളക്കി അല്ലെങ്കിൽ പാലക്കാടൻ മണ്ണിനെ ഉഴുതു മറിച്ചുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ അരങ്ങേറി. സരിൻ പോലും ഒരിക്കലും സ്വപ്നം കണ്ടു കാണിട്ടില്ല ഇങ്ങനെ ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നുള്ള കാര്യം. കോൺഗ്രസിനെയൊക്കെ സംബന്ധിക്കുന്നിടത്തോളം പ്രചരണമൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാലോ, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രചരണങ്ങൾ, അത് സോഷ്യൽ മീഡിയ വഴി ആയിരുന്നാലും ശരി, അല്ലാതെ ഇൻ ഫീൽഡ് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നൈറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ളവ DYFI നടത്തി. പലപ്പോഴും A റഹീം, വസീഫ്, VK സനോജ് തുടങ്ങിയവരെല്ലാം ചുക്കാൻ പിടിച്ച് സരിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഓരോന്നും പ്ലാൻ ചെയ്യുന്നതും ഈ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നമ്മുടെ രാഹുൽ മാങ്കൂട്ടം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ക്യാമ്പയിനുകളെല്ലാം നടത്തി. പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് ജനം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഒരുപാട് പേരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. സരിൻ 5,000 വോട്ടിനെ ജയിക്കുമെന്ന് രാജേഷ് PK പറയുന്നുണ്ട്. നല്ല വിലയിരുത്തലാണ്. ജയജിത്ത് വിജയൻ ജയിക്കും 10,000 വോട്ടിനെന്ന് പറയുന്നുണ്ട്. അറക്കൽ ഫൈസൽ LDF എന്ന് പറയുന്നുണ്ട്. മോഹൻ ഞാൻ കമ്മ്യൂണിസ്റ്റ്, അപ്പോൾ ആര് ജയിക്കും? സജു ജോസഫ് കോൺഗ്രസ് വോട്ടുകൾ ഇപ്പോൾ കൂടുതൽ സരിനാണ് കിട്ടുക. വിജയ് ബാലൻ നല്ല പ്രചരണം നടത്തി വിജയിക്കാൻ സാധ്യതയുണ്ട്. അതെ, പ്രചരണ രംഗത്ത് നോക്കുമ്പോൾ നമ്മൾ ബേസിക്കലി ഇടതുപക്ഷം വളരെയധികം മുന്നോട്ട് പോയി എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും. കാര്യം ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുന്നേക്ക് കടന്നു വന്നത് UDF ആണ്.
തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ UDF സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ കടന്നു വന്നെങ്കിലും കുറച്ച് ദിവസം വൈകിട്ടാണ് പ്രചരണ രംഗത്തേക്ക് ഇടതുപക്ഷം കടന്നു വന്നത്. കാര്യം പാലക്കാടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റല്ല, കഴിഞ്ഞ 13.5 വർഷമായി, അതായത് മൂന്നാമത്തെ ടേൺ ആയിട്ട് ഇടതുപക്ഷം പുറത്താണ്. ലോക്സഭയിലായിരുന്നാലും ശരി, നിയമസഭയിലായിരുന്നാലും ശരി, പാലക്കാട് മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃതമായി മുനിസിപ്പാലിറ്റി മേഖലയിലെല്ലാം സംഘടനാ സംവിധാനങ്ങൾ വല്ലാത്ത അവസ്ഥയിൽ ഒരു ശോഷിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ നോക്കുമ്പോൾ പാലക്കാട് ഒരു മത്സരം എങ്ങനെ ടൈറ്റ് ഫൈറ്റ് ആയിട്ട് കൊണ്ടുവരിക, ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നേരത്തെ വട്ടിയൂർക്കാവ് സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. വട്ടിയൂർക്കാവ് എല്ലാവർക്കും അറിയാലോ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സന്ദർഭത്തിൽ ഇതുപോലെ വടകര കെ മുരളീധരൻ മത്സരിക്കാൻ പോയ സന്ദർഭത്തിലാണ് CPM 3-ാം സ്ഥാനത്തായിരുന്നു. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ CPM 3-ാം സ്ഥാനത്താണ്. അവിടെ CPM-ന് വേണ്ടി 2016 മത്സരിച്ചത് TN സീമയാണ്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ് ലീഡർ ആയിട്ടുള്ള ഒരു പ്രമുഖയെ തന്നെ മത്സരിപ്പിച്ചിട്ടും കെ മുരളീധരൻ 1-ാം സ്ഥാനത്തും കുമ്മനം രാജശേഖരൻ 2-ാം സ്ഥാനത്തും സീമ 3-ാം സ്ഥാനത്തും വരുന്ന ആ തെരഞ്ഞെടുപ്പിലാണ് 3.5 വർഷത്തിന് ശേഷം ഇതുപോലെ 1.5 വർഷം അവശേഷിക്കുമ്പോൾ ഈ മണ്ഡലത്തിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയും വടകര വന്ന് മത്സരിച്ച് കെ മുരളീധരൻ ലോക്സഭയിലേക്ക് പോയപ്പോൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. അങ്ങനെ 3-ാം സ്ഥാനത്തും ഇതുപോലെ സംഘടനാ സംവിധാനം വളരെ പിന്നോക്കം നിന്ന മണ്ഡലത്തിൽ VK പ്രശാന്ത് എന്നുള്ള ഒരു ചെറുപ്പക്കാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതുപോലെ ഇന്നിപ്പോ ഡോക്ടർ ബ്രോ ആണെങ്കിൽ അന്നത് മേയർ ബ്രോ ആയിരുന്നു. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചില ഇടങ്ങളിലൊക്കെ അങ്ങനെ ചേർന്ന് വരുന്നുണ്ട്. പക്ഷെ അന്ന് തിരുവനന്തപുരം മേയർ ആയിരുന്ന VK പ്രശാന്തിന്റെ പ്രകടനം നഗരത്തിൽ തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ മണ്ഡലത്തിൽ വലിയധികം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ആൾക്കാർക്കെല്ലാം വലിയ സ്വീകാരനായിരുന്നു. പ്രളയ കാലഘട്ടത്തിൽ VK പ്രശാന്തിന്റെ ഇടപെടലെല്ലാം വളരെയധികം ചർച്ചയായതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെറുപ്പക്കാരനാണെന്നുള്ള പരിഗണന കിട്ടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്നാണ് ആ മണ്ഡലത്തിലേക്ക് പ്രശാന്തിന്റെ പ്രചരണം ഇതുപോലെ കത്തിക്കയറിയതും അപ്രതീക്ഷിതമായിട്ട്. അതായത് ആരും കരുതിയിരുന്നില്ല ഈ മണ്ഡലത്തിൽ VK പ്രശാന്ത് വിജയിച്ച് കയറുമെന്നുള്ള ഒരു പ്രതീക്ഷ. ആ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരാളെന്നുള്ള നിലയ്ക്കും ആ പ്രചരണ രംഗത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ VK പ്രശാന്തുമായിട്ടൊക്കെ സംസാരിക്കുന്ന സന്ദർഭത്തിൽ പ്രശാന്ത് വളരെയധികം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അതേപോലെയാണ് ഇപ്പോഴും സരിൻ. എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു കുറുമുന്നണിയെ നേരിട്ടു എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വലിയ കാര്യം. അതായത് ഇടതുപക്ഷം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട്, കാര്യം പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ച് സ്വാധീനം ഉണ്ടാകുക, ജനങ്ങൾക്ക് പരിചയമുള്ള ഒരു കാൻഡിഡേറ്റിനെ അവതരിപ്പിക്കുക, അതിനേക്കാൾ ഉപരി സരിൻ എന്ന കാൻഡിഡേറ്റിനുള്ളത് ഒരു സിവിൽ സർവീസ് ഉപേക്ഷിച്ച് വന്ന ഒരു വ്യക്തിയാണ്. സാധാരണഗതിയിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്കും സരിൻ ചെന്നു കഴിഞ്ഞാൽ ചുവപ്പ് പരവതാനിയിട്ട് അവിടെ ആനയിച്ചിരുത്തി വേണ്ട രീതിയിലുള്ള പരിഗണന നൽകേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കോൺഗ്രസിനകത്ത് ചില മാടമ്പി നേതാക്കന്മാർക്ക് അങ്ങനെയുള്ളവർക്കൊന്നും ഒരു പരിഗണനയെ കൊടുക്കാറില്ല. ഞങ്ങളുടെ പെട്ടിയെടുപ്പുകാർക്ക് മാത്രം. ഇപ്പോ ശശി തരൂർ കേരളത്തിലെ കോൺഗ്രസ് ഒഴിച്ച് വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണ് നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന മൈലേജ് എന്താണ്? ഇപ്പൊ ഒരു സാധാരണ MP ആയിട്ട് എവിടെയൊക്കെയോ ചുരുണ്ടുകൂടി കഴിഞ്ഞു പോകുന്നു. അതിനപ്പുറത്തേക്ക് അവരുടെ ഒരു വിഷൻ മേക്കറായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട മുഖമായിട്ട് പോലും സ്റ്റേറ്റിൽ ഉയർത്തിക്കാട്ടാനായിട്ട് ഇവിടത്തെ നേതാക്കന്മാർ തയ്യാറാകില്ല. കാര്യം മാടമ്പി നേതാക്കന്മാരായി പോയിട്ടല്ലോ. അതുകൊണ്ട് ഈ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി ഒക്കെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള കേസാണ്. അതാണ് നേരെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തായിട്ട് വരുമ്പോൾ സരിന് ലഭിച്ചിരിക്കുന്ന വലിയധികം പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ, സരിന് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും മനസ്സിലായിട്ടുണ്ടാകുക അദ്ദേഹം ആശയപരമായിട്ട് നിൽക്കേണ്ടിയിരുന്ന പ്ലാറ്റ്ഫോം ഏതെന്ന്. കാര്യം ഇത്രയും കാലം നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെയുള്ള ചരിത്രങ്ങളൊക്കെ പഠിച്ച് കാര്യങ്ങളെക്കുറിച്ച് വലിയ വിശദീകരണവും ഗാന്ധിയൻ തത്വശാസ്ത്രവും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഗാധമായിട്ടുള്ള അറിവെല്ലാം വന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്തുകൊണ്ടും ഈ നാട്ടിൽ മതേതര മുഖമുള്ള ഒരു പാർട്ടി, അതിൽ തന്റെ ഇനിയുള്ള ജീവിതം, അതായത് ഒഫീഷ്യൽ ജീവിതം അവസാനിപ്പിച്ചിട്ട് വന്നതിന് ശേഷം തന്റെ അനുഭവ പരിജ്ഞാനവും തന്റെ കാഴ്ചപ്പാടുകളെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം നിർഭാഗ്യവശാൽ അദ്ദേഹം കോൺഗ്രസ് ആണെന്ന് കണ്ടു കഴിഞ്ഞു. അവിടെയാണ് അദ്ദേഹത്തിന് പിഴച്ചത്. ഒരു പക്ഷേ അദ്ദേഹം കടന്നു വരുന്ന സമയത്ത് ഇടതുപക്ഷമാണ്, അതായത് 8 വർഷമാകുന്നു കോൺഗ്രസിൽ. അദ്ദേഹം ഈ സിവിൽ സർവീസ് ജോലി ഉപേക്ഷിച്ചതിന് ശേഷം വന്ന് ചേർന്നതിന് ശേഷം 8 വർഷമാകുന്നു. എന്ത് പരിഗണന കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം പെട്ടിയെടുക്കും പോലെയുള്ള ഒരു പരിഗണന അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും അഭ്യസ്ത വിദ്യനായിട്ടുള്ള ഒരാളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ പോലും ആവശ്യവുമായിട്ടുള്ളത് അങ്ങനെയാണ്. കാര്യം പല കാര്യങ്ങളിലും പ്രൊഫഷണലി ഉള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ശേഷിയുള്ളവരാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഹയർ ആകുമ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ.
പിന്നെ നമ്മുടെ നാട്ടിൽ അറിയാലോ, സിവിൽ സർവീസ് എന്ന് പറഞ്ഞ് തപസ്സിരിക്കുന്ന പലർക്കും കിട്ടാത്ത ഒരു ജോലിയാണ്. 3-4 ചാൻസ് എഴുതി കിട്ടാതെ പരാജയപ്പെട്ടു പോകുന്നിടത്ത് അതെല്ലാം അച്ചീവ് ചെയ്തിട്ട് അത് പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് തന്റെ പ്രൊഫഷൻ ഇതല്ല, രാഷ്ട്രീയ മേഖലയിൽ വരണം, പൊതുജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു വല്ലാത്ത താല്പര്യമുള്ള ഒരു വ്യക്തിയെ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ കോൺഗ്രസിനകത്ത് അതൊന്നും നടന്നില്ല. വേണമെങ്കിൽ ഒരു ഒറ്റപ്പാലം കൊടുത്ത് ബലിയാടാക്കി കളയുന്നതിനപ്പുറം നമ്മളുടെ തലയിലെ മുകളിലേക്ക് ഒരുത്തനെയും വരാൻ അനുവദിക്കില്ല എന്നുള്ള ശൈലിയാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് സരിൻ എന്നുള്ള വ്യക്തിക്ക് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ അവസരമുണ്ടായത്. ഒരിക്കലും ആ ഒരു വ്യക്തി വന്നതുകൊണ്ട്, ഇടതുപക്ഷത്തിലേക്ക് ചേർന്നതുകൊണ്ട് ഒരു നഷ്ടവും ഒരു കാലത്തും ഉണ്ടാകാൻ പോകുന്നില്ല. 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. കാര്യം അത്രമാത്രം അദ്ദേഹത്തിന്റെ സംസാരത്തിലായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ഓരോ വിഷയത്തിൽ അത് അവതരിപ്പിക്കുന്നതായിക്കോട്ടെ, ഒരു അധ്യാപകനായിട്ട് നമുക്ക് കാണാം, ഒരു ട്യൂട്ടറായിട്ട് നമുക്ക് കാണാം, ഒരു ഡോക്ടറായിട്ട് കാണാം. അങ്ങനെ പല മേഖലകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തെ വിന്യസിക്കാൻ പറ്റിയ കഴിവുറ്റൊരു നേതാവാണ്. അദ്ദേഹത്തെയൊക്കെ ഒരുപക്ഷെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ 10ാം ക്ലാസ്സും ഗുസ്തിയായിട്ടുള്ള നേതാക്കന്മാർ പലരും കോൺഗ്രസിലുണ്ടെങ്കിലും അവർക്ക് പഴയ ഈ ജാതി മാടമ്പിത്തരം ഉള്ളിലുള്ളത് കൊണ്ട് നമുക്ക് താഴെ ഇനി ആരും വരത്തുള്ളൂ എന്നുള്ളൊരു മനോഭാവം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ലീഗുകാർ ഉൾപ്പെടെയുള്ളവരുണ്ടായിട്ട് പോലും, അതായത് ഷാഫി പറമ്പിലിനെ അവിടെ നിന്ന് വലിച്ചു മാറ്റാനുള്ള കാരണം അറിയാലോ, ലീഗിന് വേണ്ടിയാണ് വടകരയിലേക്ക് കൊണ്ടുപോയത്. മനുഷ്യരായിട്ടുള്ളവർ, സംഘപരിവാറിനെ ചെറുക്കുന്ന മനോഭാവമുള്ളവർ ചെയ്യാത്തൊരു കാര്യമാണ്. ഇഴഞ്ഞാണ് ഷാഫി ഇക്കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അപ്പുറത്തേക്ക് പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കി പ്രവർത്തിക്കണ്ടേ. അപ്പൊ അവർക്ക് അതൊന്നും ഒരു അതൊന്നും ഒരു പ്രത്യേക താല്പര്യമുള്ള കാര്യമില്ല. അവർക്ക് സംഘപരിവാർ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകട്ടെ എന്നുള്ള മനോഭാവത്തിൽ എത്തിച്ചതിന് ശേഷം അതിനെ എങ്ങനെ ഒരു ഡയറക്റ്റ് ഫൈറ്റ് ആക്കി അത് പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് ഇടതുപക്ഷം പരിശ്രമിക്കുമ്പോൾ, ഇടതുപക്ഷം ഇവിടെ സംഘപരിവാറിനെ സഹായിക്കുന്നതെന്നാണ് പറയുന്നത്. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ടുവന്ന് സംഘപരിവാറിനെ സഹായിക്കുന്ന കാര്യം മാധ്യമങ്ങൾ ഉൾപ്പെടെ സംസാരിക്കാത്തത് കൊണ്ട് നമുക്ക് എന്തും വായ്ത്താരിയിടാലോ. പാലക്കാട് പോലെ ഒരു സെൻസിറ്റീവ് മണ്ഡലത്തിൽ ഒരിക്കലും ഒരു ഉപതെരഞ്ഞെടുപ്പിന് അവസരമേ ഉണ്ടാക്കരുത്. ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു ജനപ്രതിനിധി അവിടെ നിന്ന് ജയിച്ചു വന്നപ്പോൾ ഒരുപക്ഷെ അന്ന് ഷാഫി പറമ്പിൽ ഈ ശ്രീധരനെ തോൽപ്പിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചത് ഇടതുപക്ഷക്കാരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കോൺഗ്രസ്സുകാർക്ക് പോലും അത്രയും സന്തോഷമില്ല. കാര്യം ആര് ജയിച്ചാലും അവരെ സംബന്ധിക്കുന്നിടത്തോളം ബോത്ത് ആർ മാത്തമാറ്റിക്സ് എന്നാണ്. ഇവിടെയും അതേ മനോഭാവത്തിലാണ്. അപ്പോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സരിൻ വന്നപ്പോ ഒരു അപ്രധാന ക്യാരക്ടറാണ്, ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷെ സരിൻ പറയുന്ന ചില കാര്യങ്ങൾ വളരെ കൃത്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ അധിക ആത്മവിശ്വാസമാണെന്ന് ഫീൽ ചെയ്തു. പക്ഷെ ചില കാൽക്കുലേഷൻസ് ഒക്കെ വളരെ കൃത്യമാണെന്ന് തോന്നുകയാണ്. കാര്യം ഈ ശ്രീധരന് 2021 അവിടെ കിട്ടിയ ഒരു 10,000 വോട്ടുണ്ട്. ആ 10,000 വോട്ടെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു എൻ ബ്ലോക്ക് ആയിട്ട് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നവരല്ല. നമ്മുടെ വിഷൻ, കാഴ്ചപ്പാടുള്ളവരാണ്. വ്യക്തിയെ നോക്കി വോട്ട് ചെയ്യുന്ന വളരെയധികം ആൾക്കാർ, അതായത് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമില്ലാതെ ഒരു ജനപ്രതിനിധി അവരെ നയിക്കാൻ വരുന്ന, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് അവർ സെലക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ആരിൽ ഉണ്ടായിരുന്നു. അത് സരിനിൽ ഉണ്ടായിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സരിൻ പറയപ്പെടുന്നുണ്ട്. സരിൻ സംസാരിച്ചതും സരിൻ കേട്ട വാക്കുകൾ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു പോസിറ്റീവ് ചിന്താഗതിയാണ്. പോസിറ്റീവായിട്ട് തന്നെ ആ തീരുമാനങ്ങൾ വരട്ടെ. പക്ഷേ കൃത്രിമത്വം ഒരുപാട് നടത്താൻ ശ്രമിച്ചു. അതൊക്കെ അതിജീവിച്ചിട്ടുണ്ട്. പെട്ടിയിലായ വോട്ടുകൾ ആരുടെ മനസ്സാണ് കീഴടക്കിയിരിക്കുന്നതെന്ന് അറിയാൻ വയ്യ. 15,000 വോട്ടിന് വിജയിക്കുമെന്ന് പറഞ്ഞവർ ഇന്ന് സതീശന്റെ 2 പ്രതികരണം പുറത്തു വന്നു. രണ്ടിലും എത്ര ഭൂരിപക്ഷമുണ്ട് എന്ന് പറയാൻ വിറക്കുകയാണ്. അത് തന്നെയാണ് ഒരു വലിയ വിജയം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇത്തവണ അവിടെ 2ാം സ്ഥാനത്തായിപ്പോയി. എന്തായാലും 3ാം സ്ഥാനത്താകില്ലെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. സരിൻ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ സരിനോടൊപ്പം തന്നെ, ഞാൻ പറഞ്ഞാൽ നമുക്ക് ഏതൊരു മത്സരത്തിനാണെങ്കിലും തോക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള ആത്മവിശ്വാസം നമുക്ക് വേണം. പോരാടണം. ആ പോരാട്ടം സരിനിലുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ കൃത്യമായി തെളിയിക്കുകയാണ്. അപ്പോ മണിക്കൂറുകൾ മാത്രം, ഒരു പകലും ഒരു രാത്രിയും, മറ്റന്നാൾ ഈ സമയത്ത് എത്തുമ്പോൾ ആരാണ് MLA എന്നുള്ളത് കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അന്ന് നമ്മൾ ചിലപ്പോൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഈ സന്തോഷത്തോടുകൂടി സംസാരിക്കാൻ പറ്റുമോ, നിരാശയോടുകൂടി സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഇനി അറിയേണ്ട കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്ക് വളരെ ലഘൂകരിച്ച് കണ്ട, ഇടതുപക്ഷം ഒരു എതിരാളിയെ അല്ലെന്ന് വളരെ ലഘൂകരിച്ച് കണ്ടുകൊണ്ട് മത്സര പോരാട്ടത്തിന് ഇറങ്ങിയവരെല്ലാം വിവരം അറിഞ്ഞിട്ടുണ്ട്. അവർക്ക് മൂക്കിട്ട് ഇണ്ണ വരയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ രാഷ്ട്രീയം ചർച്ച ചെയ്യാനും പലതരത്തിലുള്ള കഥകൾ ഇറക്കിക്കൊണ്ടുവന്ന് അതെല്ലാം തെരഞ്ഞെടുപ്പ് ഗോതയിൽ അവതരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു കളിയും നടന്നില്ല. ജനം നേരിട്ട്, അതായത് ഓരോ ദിവസവും കോൺഗ്രസിന്റെ ഓരോ ഉടായ്പകൾ പുറത്ത് പൊളിഞ്ഞുകൊണ്ടുകൊണ്ട് ചർച്ച വേറെ ലെവലിൽ പോയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും
പല കാര്യങ്ങളിലും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും ഇപ്പോൾ തന്നെ ഒരു കാര്യമുണ്ട്, ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ശതമാനം 75-ൽ നിന്ന് 71% കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറഞ്ഞു വന്നപ്പോൾ പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ വോട്ടിംഗ് നില താഴ്ന്നിട്ടുണ്ട്. മാത്തൂർ പഞ്ചായത്തിലും കണ്ണാടി പഞ്ചായത്തിലും ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മേഖലകളിൽ പോളിംഗ് ശതമാനമെല്ലാം കുറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെയെല്ലാം നേരത്തെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ ആത്മവിശ്വാസത്തിന് കാരണമായിട്ടുള്ളത്. മറ്റ് രണ്ടിടങ്ങളിലും ഇരട്ട വോട്ടുള്ളവരെ വോട്ട് ചെയ്യിക്കാമെന്നുള്ള പ്രതീക്ഷ മുഴുവൻ തട്ടിത്തെറിച്ചപ്പോ നേരത്തെ 3500 വോട്ടിന് വിജയിച്ചിരുന്നവർ ഇപ്പോ ഒന്ന് തപ്പി തടയുന്നുണ്ട്. അത് കാര്യം ഈ വോട്ട് പോൾ ചെയ്തിരുന്നെങ്കിൽ, ആ 6000 വോട്ട് പെട്ടിയിൽ വീണിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചേനെ. പക്ഷേ അവരുടെ ഗൂഢപദ്ധതിയെ ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ മെനക്കെട്ടത്തിരുന്ന് വോട്ടർ പട്ടികയെല്ലാം നോക്കി കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയെടുത്തപ്പോ ആ ഒരു നീക്കം പൊളിച്ചതാണ് ഇപ്പോ കോൺഗ്രസുകാരുടെ അടി തെറ്റി നിൽക്കുന്നത്. എന്തായാലും ഇനിയിപ്പോ നമുക്ക് കൂടുതൽ കൂട്ടലും കിഴിക്കലും നടത്തിയിട്ട് കാര്യമില്ല. നമുക്ക് ഓരോരുത്തരുടെ വിശകലനങ്ങൾ കേട്ടിട്ട് അതിനെക്കുറിച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സംസാരിച്ച് ബാക്കിയുള്ള സമയം കൂടി അങ്ങ് തീർക്കാൻ കഴിയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓരോരുത്തരും പ്രതികരിക്കുന്നുണ്ട്. ഹംസ, ഒരു പേടി വേണ്ടേ, നല്ല ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിക്കും. ആയിക്കോട്ടെ ഹംസ, ഇക്ക ആണോ അതോ ഇനി പ്രായമുള്ള ആളാണെന്നറിയില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഈ നാട്ടിൽ മനുഷ്യന് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഹംസിക്ക എന്ന് വിളിക്കാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. കാര്യം പ്രായം ഉള്ള വ്യക്തിയാണെന്ന് കരുതുന്നുണ്ട്. ഒരു കുഞ്ഞിന്റെ ഫോട്ടോ ആണ് ഇട്ടിരിക്കുന്നത്, അറിയാൻ വയ്യ. എന്തായാലും ഇക്കയുടെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും രാഹുൽ മാങ്കൂട്ടൻ ജയിക്കുമെന്ന് ഒരു വിചാരിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, ആ വിശ്വാസം ഉണ്ടാകണം. ഈ എല്ലാവരും ഒരേപോലെ ചിന്തിക്കാനായിട്ട് ഈ നാട്ടിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാര്യം നമുക്ക് ശരികളെ കുറിച്ച് സംസാരിക്കാൻ പറ്റും. ആ ശരികൾ മനസ്സിലാക്കുന്നവർക്ക് ആ ശരികൾ ഉൾക്കൊള്ളാനും പറ്റും. അതുകൊണ്ട് വ്യക്തികൾ പലതാകുമ്പോൾ ചിന്താഗതി ഒരിക്കലും ഒത്തുപോകണമെന്നില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പേടി വേണ്ട, നല്ല ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടൻ ജയിക്കും. അങ്ങയുടെ ആത്മവിശ്വാസത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് മാത്രമേ ആ കാര്യത്തിൽ പറയാനുള്ളൂ. സജീവ് റയോറത്ത്, ഒരു മൂരി തിരിഞ്ഞു അതാരാണാവോ? ഞങ്ങൾക്ക് തർക്കമില്ല, ഞങ്ങൾക്ക് രാഹുൽ തന്നെ. ആയിക്കോട്ടെ ഹംസക്ക, അതൊക്കെ നടക്കട്ടെ. വ്യാജൻ തറ തൊടില്ല എന്ന് വിജയ് ബാലൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് എത്തണം, വ്യാജൻ ലോക ഫ്രോഡ്. അങ്ങനെ കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് എത്തണമെന്ന് വിനോദ് കുമാർ പറഞ്ഞു. അങ്ങനെ ഒരു അഭിപ്രായം എന്നെ സംബന്ധിക്കുന്നത്. കാര്യം ഈ നാട്ടിൽ കോൺഗ്രസ് എന്നുള്ള ഒരു പ്രതിപക്ഷവും ഇടതുപക്ഷം എന്നുള്ള ഒരു ഭരണപക്ഷവുമാണ് ഇപ്പൊ നിലവിലുള്ളത്. മൂന്നാമതൊരാൾ ഇതിന്റെ ഇടയിലേക്ക് കടന്നു വരാൻ നമ്മൾ അവസരം ഉണ്ടാക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. കാര്യം ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടായിരുന്നു. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ പാകിസ്ഥാനിൽ പോകുന്ന ഒരു വാചകമൊന്നും നമ്മൾ കേട്ടിട്ടേ ഇല്ല. കാര്യം മാറി മാറി ഭരിച്ചു വന്ന സർക്കാരുകളെന്ന് അവകാശപ്പെടുമ്പോൾ അതൊരു തെറ്റായിട്ടുള്ള പരാമർശമാണ്. കാര്യം 57 ആദ്യത്തെ EMS സർക്കാർ വന്നതിന് ശേഷം 2 വർഷത്തിനകം ഇവരുടെ കുറുമുന്നണി ആ സർക്കാരിനെ അട്ടിമറിക്കുന്നുണ്ട്. പിന്നീട് 67 പിന്നീട് വരുന്നു. ഈ 2 തവണയായിട്ട് 4 വർഷമാണ്. പിന്നീട് ഒരു ഐക്യമുന്നണി വന്ന സന്ദർഭത്തിലാണ് ഇടതുപക്ഷം അതിന്റെ ഭാഗമായി നിന്നത്. പക്ഷേ സത്യസന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ 1980 മുതലാണ് ഈ 57-ഉം 67-ന് ശേഷം ഇടതുപക്ഷത്തിന്റെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കൊക്കെ EK നായർ അധികാരത്തിൽ വരുമ്പോൾ മുതലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള ഒരു കാര്യം വളരെ കൃത്യമായി നടക്കുന്നത്. അതുവരെ ഈ നാട് ഭരിച്ചിരുന്നത് കോൺഗ്രസിന്റെ ഐഡിയോളജിയിലുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സംഘപരിവാറുകാർ നമ്മുടെ നാട്ടിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാറി മാറി ഭരിച്ചു എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രചരണമാണ്. അങ്ങനെ 80കളിൽ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇടതുപക്ഷത്തിന്റെ വേരോട്ടം ഇവിടെ ശക്തമാക്കുകയും അതിനുശേഷം VS സർക്കാർ അധികാരത്തിൽ വന്ന 2010-15 കാലഘട്ടത്തിന് ശേഷം 2006-10 കാലം 11-ൽ ഇലക്ഷൻ നടക്കുന്നു. 11 മുതൽ 16 വരെ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാകുന്നുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്ന് വീണ്ടും ഈ VS സർക്കാരിൽ നിന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്നത് കേവലം 2 സീറ്റിലാണ്. അപ്പോഴത്തേക്ക് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ശക്തമായ ഒരു ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കി കഴിഞ്ഞു. കാര്യം ഉമ്മൻചാണ്ടി വലിയ പോപ്പായിട്ടൊക്കെ ഇവർ അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ പോലും ഉമ്മൻചാണ്ടിയുടെ 5 വർഷം പൂർത്തീകരിച്ചതിന് ശേഷം അദ്ദേഹം VSന്റെ 5 വർഷം പൂർത്തീകരിച്ചതിന് ശേഷമുള്ള അടുത്ത 2011-ൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്നത് കേവലം 2 സീറ്റ് അധികാരത്തിലാണ്. ആ ഉമ്മൻചാണ്ടിയാണ് ഇത്രമാത്രം ബിൽഡപ്പ് കൊടുത്തിട്ടും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ
87 സീറ്റ് അല്ലെ 91 സീറ്റിൽ പുറത്തേക്ക് ജനം വഴികാട്ടി കൊടുക്കുന്നത്. 2 സീറ്റിലാണ് അതിന് തൊട്ടു മുമ്പത്തെ അധികാരം പിടിച്ചത്. അതിനുശേഷം വളരെ ശക്തമായിട്ട് റൈറ്റ് ഓഫ് ചെയ്യണം. 91 സീറ്റ്, അത് കഴിഞ്ഞിട്ട് 99 സീറ്റ്. അപ്പോ മാറി മാറി വരുന്ന സർക്കാർ എന്നതിനപ്പുറം തുടർ ഭരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. ഇവിടെ പണിയെടുത്തിട്ടാണ്, ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടാണ്, അവരെ സേവിച്ചിട്ടാണ്. അതുകൊണ്ട് ഹംസയ്ക്കെ പോലുള്ളവരൊക്കെ UDF വിശ്വസിക്കാനൊക്കെ എല്ലാത്തരം ഇതുകൊണ്ട് സരിനെ പോലെ ഒരു കാലഘട്ടത്തിൽ ഹംസയ്ക്കൊക്കെ മാറി ചിന്തിക്കേണ്ട അവസ്ഥ വരട്ടെ എന്ന് മാത്രമാണ് ഈ സമയത്ത് ആശംസിക്കാനുള്ളത്. ഇടയ്ക്ക് ഫോൺ കോൾ വരുന്നുണ്ട്, അതാണ് കൈ നീട്ടി തൊടുന്നത് കേട്ടോ. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. എന്തായാലും ഇത്രയും നേരം പല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നവർ കേട്ടു. കോൺഗ്രസ് 3-ാം സ്ഥാനത്തെത്തണം, സുധീർ നമ്മൾ ജയിക്കുമോ, BJP ജയിക്കാതിരുന്നാൽ മതി, എന്നാലും ആ വ്യാജനൊക്കെ ജയിച്ചു വന്നാൽ താങ്ങാൻ കഴിയില്ല. നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാ ബ്രോ പ്ലീസ്. സുധീർ കുമാർ അമ്പാടി, നമ്മൾ ജയിക്കുമോ? ഈ ലോകത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ സുധീർ കുമാർ അയരക്കണ്ടിക്ക് ചിന്തിക്കും പോലെ തന്നെയാണ്. എന്റെ വിലയിരുത്തൽ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഒരു ടൈറ്റ് ഫൈറ്റ് നടന്നിട്ടുണ്ട്. ടൈറ്റ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അടിയൊഴുക്ക് നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ വയ്യ. ഒരു അവസാനവട്ട കണക്കുകൾ എടുക്കുമ്പോൾ എല്ലാവരും വിജയപ്രതീക്ഷയിലാണെങ്കിലും ജനമനസ്സുകൾ എങ്ങോട്ടാണ്? കാര്യം സരിൻ എന്ന വ്യക്തിക്ക് ഒരു പോസിറ്റീവ്നെസ് ഉണ്ട്. പാലക്കാട് പോലെ പ്രത്യേകിച്ച് ഒരു പ്രിവിലേജ്ഡ് ആൾക്കാർ താമസിക്കുന്ന മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തി എന്നുള്ള നിലയ്ക്കും അവരുടെ പ്രൊഫഷൻ വലിയധികം വില കൽപ്പിക്കുന്നവരാണ്. ആ ഒരു ഐഡിയോളജി എങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, അതിലാണ് വിജയ പരാജയങ്ങൾ നിശ്ചയിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് BJP ജയിക്കരുത് എന്നുള്ളതാണ് തുറന്ന് ആഗ്രഹം എന്ന് പറഞ്ഞാൽ. BJPയെ നമ്മൾ ശക്തമായി എതിർക്കുന്നുണ്ട്. നിയമസഭയിൽ ഒരു പ്രാതിനിധ്യം നമ്മൾ പൂട്ടിവിട്ട അതേ അക്കൗണ്ട് ഇനി തുറക്കാനേ പാടില്ല എന്നുള്ളതാണ് എന്റെ ശക്തമായ നിലപാട്. UDF ജയിക്കുന്നതും ജയിക്കാത്തതൊക്കെ വ്യാജനോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും നമ്മുടെ വളരെ ശക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ നിയമസഭയുടെ പടി സംഘപരിവാറുകാർ കയറാൻ പാടില്ല. ഒരു തവണ ഇവരെല്ലാം കൂടി മറ്റേ നിയമത്ത് കൊടുത്തതിന് അക്കൗണ്ട് പൂട്ടിച്ചതിന്റെ പാട് നമുക്കറിയാം. അന്നും അവിടെ വോട്ട് കുറഞ്ഞത് കോൺഗ്രസിനാണ്. തൃശൂരിൽ സംഘപരിവാർ ജയിക്കുമ്പോഴും വോട്ട് കുറഞ്ഞത് കോൺഗ്രസിനാണ്. എന്നിട്ട് പല കഥകൾ ഇറക്കിയിട്ട് നമ്മളുടെ പ്രശ്നമല്ല എന്ന് വരുത്താനുള്ള ആ തൊലിക്കെട്ടിയാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടത്. ഹംസയ്ക്കെ പോലുള്ളവരൊക്കെ ഇങ്ങനെ സതീശൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്തും കോൺഗ്രസിനെ തിരുത്താൻ പറ്റില്ല. സ്വന്തമായിട്ട് വോട്ട് കുറഞ്ഞ് തോറ്റതിന് ശേഷം അതിന് പൂരമാണ്, മറ്റതാണ്, മറിച്ചാണെന്നൊക്കെ പറയുന്നത് എന്ത് തരം സ്വന്തം പെട്ടിയിൽ വീഴേണ്ട അതായത് വോട്ടുകൾ അതിനെ മറിക്കാൻ വേണ്ടി സംഘപരിവാറിനോടൊപ്പം നിന്നുകൊടുത്ത തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം അത് ബാക്കിയുള്ളവരെ തലയിൽ കൊണ്ട് വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അതായത് സ്വന്തം തെറ്റിനെ ഒരിക്കലും ഉൾക്കൊള്ളാതെ അത് മറ്റുള്ളവരുടെ തലയിൽ ചാരുന്നവർക്ക് എത്ര കാലം അങ്ങനെ ഒളിച്ചു കടത്താൻ പറ്റും? എത്ര കാലം? ഇപ്പൊ SDPയുടെ ബന്ധം, ജമാഅത്ത് ഇസ്ലാമിയുടെ ബന്ധമൊക്കെ പറയുന്നുണ്ട്. സംഘപരിവാറുകാരെ ഈ നാട്ടിൽ ശക്തമായി എതിർക്കും പോലെ തന്നെയാണ് ഈ നാട്ടിലെ ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കേണ്ടത്. അക്കാര്യത്തിലൊക്കെ ഇടതുപക്ഷം ശക്തമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ലീഗിന് പോലും, അതായത് 2 ദിവസമാണ് തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ ഒരു ദിവസം അപ്പുറം നിൽക്കുമ്പോഴാണ് ലീഗിന്റെ പടച്ചോനായിട്ടുള്ള സാദിഖ് അലി തങ്ങൾ ചില പ്രതികരണങ്ങൾ നടത്തിയത് പിണറായി വിജയനെതിരെയൊക്കെ. അതിന് അപ്പോൾ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വോട്ടായില്ലെങ്കിൽ ആകണ്ടെന്നേ. അങ്ങനെ തന്നെയാണ് മറുപടി പറഞ്ഞു പോകേണ്ടത്. അല്ലാതെ പ്രീണനം കൊണ്ട് എല്ലാ കാലത്തും രാഷ്ട്രീയമൊന്നും നിലനിർത്താൻ പറ്റില്ല. കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രീണന രാഷ്ട്രീയമാണ്. അത് അവരുടെ അധപ്പതനത്തിന് മാത്രമേ അവസരം ഉണ്ടാകുള്ളൂ. ഇന്നൊക്കെ അങ്ങോട്ട് ഇഴഞ്ഞോ കടന്നുകൂടുകയോ ചെയ്യാം. പക്ഷേ കൂടെ നിർത്തിയിരിക്കുന്ന വിഷപ്പാമ്പുകൾ ഒരിക്കൽ തിരിഞ്ഞു കുത്തുകയോ അല്ലെങ്കിൽ വിഴുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. എങ്ങനെ ഇന്ത്യ ഒട്ടാകെ എങ്ങനെയാണ് സംഘപരിവാറിനെ പ്രീണിപ്പിച്ച് അവർ അവരെ വിഴുങ്ങിയത്, അതുപോലെ തന്നെയാണ് ഏതൊക്കെ വിഷപ്പാമ്പുകളെ മാറ്റി നിർത്താതെ ചേർത്ത് നിർത്തിയാലും അത് ഇന്നല്ലെങ്കിൽ നാളെ അപകടം ചെയ്യേ ഉള്ളൂ എന്ന് കോൺഗ്രസുകാർ തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. ഒരു തെരഞ്ഞെടുപ്പ് വിജയം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിലപ്പോ നേടിയെടുക്കാം. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് വിജയിക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങളുടെ നാശം ഏകദേശം വിധിയെഴുത്ത് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ 2 ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ചിട്ടൊക്കെ വല്ലാത്ത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് 2 പ്രമുഖ നേതാക്കന്മാരുടെ വിയോഗത്തെ തുടർന്നുണ്ടായ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടാണ് ഈ പൊളപ്പ് കാണിക്കുന്നത്. അതോടുകൂടി തിരിച്ചു വന്നു എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. ലോകത്തൊരിടത്തും സഹതാപ തരംഗമുണ്ടായ ഒരു മണ്ഡലത്തിലും ആ ജയിച്ച ആളുടെ പ്രതിനിധിയായിട്ട് ഏതെങ്കിലും ബന്ധുക്കളെ നിർത്തിയെടുത്ത് മാറ്റം സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ടെന്ന് കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ
പിന്നെ വേറെ ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ട്? ഹംസക്ക മാത്രം കിടന്ന് പടപട പറയുന്നുണ്ട്. സരിൻ ജയിക്ക് 7000 വോട്ടിനടുത്ത് ഭൂരിപക്ഷം വന്ന് വിഷ്ണു മനുബാലൻ ആന്നൂർ. ആയിക്കോട്ടെ, ഞാൻ ഇതിലിപ്പോ ആധികാരികമായിട്ട് പറയാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കാണല്ലോ ക്രെഡിബിലിറ്റി. ഇപ്പം വേണമെങ്കിൽ ഇപ്പൊ ആൾക്കാരുടെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി നമുക്ക് ജയിക്കുമെന്ന് ആധികാരികമായി പറയാം. പക്ഷെ ജനമനസ്സുകൾ ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കി, മറ്റേ അപ്കോ 400 പാർ എന്നായിരുന്നു, എന്തായിരുന്നു പ്രചരണമായിരുന്നു. നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം അതേപോലെ വിധിയെഴുത്തുണ്ടാക്കി കൊടുത്തതാണ്. എന്ത് സംഭവിച്ചു? അപ്പോ ഞാൻ പറഞ്ഞ 1,36,000 പേർ വോട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇവിടത്തെ മാധ്യമങ്ങളെല്ലാം കൂടി ചിലപ്പോ അതായത് ഒരു മാസം നീണ്ട പ്രചരണത്തിനൊടുവിൽ ഒരു 10,000 പേരെ പ്രതികരണം എടുത്തു കാണും, 10,000 പേരെ നേരിട്ട് കണ്ടു കാണും, അല്ലെങ്കിൽ ഒരു 25,000 പേരെ നേരിട്ട് കണ്ടു കാണും. 1,36,000 പേരിലേക്ക് ആരും എത്തിയിട്ടില്ല. ആ 1,36,000 പേരിലെ ഭൂരിപക്ഷം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ജയപരാജയങ്ങളെ തീരുമാനിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ സാഹചര്യത്തിൽ വളരെ കൃത്യമായി പറയുകയാണ്, അൺപ്രഡിക്റ്റബിൾ. ഇത്രയും, അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു വലിയ പോരാട്ടം കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ആകും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നുള്ള നിലയിലേക്ക് അവിടെ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതൊരു വൻ വിജയം തന്നെയാണ്. ഇപ്പോ അൺപ്രഡിക്റ്റബിൾ ആക്കി മാറ്റിയതും സരിന്റെ പോരാട്ട വീര്യം കൊണ്ടാണ്. കറുത്ത കുതിര എന്ന് തന്നെ നമ്മളെ പറയാറില്ലേ, ട്രോജൻ കുതിര എന്ന് പറയുന്ന പോലെ ആ കുതിര തന്നെയാണ്. ആരാണെന്ന് ചോദിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ സരിൻ എന്നുള്ള കാര്യത്തിൽ അടിവരയിട്ട് എല്ലാവരും സമ്മതിക്കും. അതായത് എഴുതി തള്ളിയവൻ, അല്ലെങ്കിൽ യാതൊരു തരത്തിലും ചലനം ഉണ്ടാക്കില്ലെന്ന് വിധി എഴുതിയിട്ട വ്യക്തി കടന്നുപോയൊരു വഴിയും അവിടെ ഉഴുതുമറിച്ചൊരു രീതിയുണ്ട്. അതിലൂടെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇത്രമാത്രം ഒരു വല്ലാത്ത അവസ്ഥയിലേക്കും അല്ലെങ്കിൽ പ്രവചനാതീതമാക്കി മാറ്റാൻ കഴിഞ്ഞതും അങ്ങനെ തന്നെയാണ്. സരിൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സരിൻ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം, സരിനെ പോലൊരു വ്യക്തിയെ ഒരിക്കലും വില കുറച്ച് കാണുന്നില്ല. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകൾ, അദ്ദേഹം നടത്തുന്ന കണക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കിഴിക്കലുകളൊക്കെ നോക്കുമ്പോൾ ചിലതൊക്കെ വസ്തുതയാണെന്ന് വിശ്വസിക്കേണ്ടി വരികയാണ്. സരിൻ വെറുതെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതല്ല. അദ്ദേഹം പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ ചില കാര്യങ്ങളുണ്ട്. ആ വാക്കുകൾ വെച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു കൂടായികയില്ല എന്ന് ഈ രാത്രി പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ ഏകപക്ഷീയമായിട്ടൊരു മത്സരത്തെ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് കണ്ണടച്ചുകൊണ്ടൊരു പ്രഡിക്ഷൻ നടത്തുന്നില്ല. പക്ഷേ അത്ഭുതം നടന്നാലും അവിടെ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ആ രീതിയിലുള്ള അവസ്ഥയിലാണ്. അത്ഭുതത്തിന് വലിയ സാധ്യതയുണ്ട്. കാര്യം ആ രീതിയിൽ ജനം വോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു അവരുടെ മനസ്സിലെന്ന് മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. ആ കാറ്റ് ഇടതുവശത്തേക്കാണോ വീശുന്നതെങ്കിൽ പാലക്കാടിന് പുതിയ തുടക്കമുണ്ടാകാൻ പോകുന്നു. 13.5 വർഷത്തിന് ശേഷം പാലക്കാട് പുതിയ പാതയിലൂടെ സഞ്ചരിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്ന് മാത്രമേ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. അപ്പോ എക്സിറ്റ് പോൾ സോമൻ കുട്ടപ്പൻ, എക്സിറ്റ് പോൾ റിസൾട്ട് എന്താണ് ആരും ചെയ്യാത്തത്? ചെയ്തിട്ട് കഴിഞ്ഞ കുറച്ചു കാലമായിട്ടൊക്കെ വെച്ച് തള്ളിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. 2021 ഇടതുപക്ഷ സർക്കാർ അല്ലല്ലോ അവിടെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പപ്പാതി മുഖ്യമന്ത്രിയാക്കി എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ നടത്തി. നാട്ടുകാർക്ക് അതൊരു കോമഡി ആയതുകൊണ്ട് ഇപ്പോ ദൈവം സഹായിച്ച് ആ ഒരു പരിപാടിക്ക് വേണ്ടി ഇറങ്ങുന്നില്ല. മനസ്സിലായി, അതുമായിട്ടൊക്കെ വന്ന ആൾക്കാരെടുത്തിട്ട് അലക്കും എന്നുള്ളത് കൊണ്ടാണ് അന്ന് വരാത്തത്. എന്തായാലും റിനി തീർച്ചയായും സരിൻ സാർ തന്നെ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളും നിലപാടുകളും സാമൂഹിക അവബോധവും പാലക്കാടിനും നാടിനും ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഹി ഡിസേർവ് ഇറ്റ്. യെസ്, റിനിയുടെ അഭിപ്രായം നല്ല വാക്കുകളാണ്. ഞാൻ പറഞ്ഞ എന്തുകൊണ്ടും ഒരു അർഹതപ്പെട്ട കാൻഡിഡേറ്റ് ആണ് അദ്ദേഹം. ഈ നാടിന് നമ്മൾ പറയുന്നത് ഒരു ഒറ്റ വാചകമേ പറയുന്നുള്ളൂ, ഈ നാടിനെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഈ നാടിനും അർഹതപ്പെട്ട ആളാണ് അയാൾ ഈ നാടിന് ഒരു മുതൽക്കൂട്ടാണ്. അതിനെ കൈയൊഴിയരുത്. ഒരു പക്ഷെ ഇപ്പൊ പോയാലും 1.5 വർഷങ്ങൾക്കപ്പുറം പൂർവാധികം ശക്തിയോടുകൂടി പാലക്കാട് മണ്ഡലത്തിൽ കൊടുങ്കാറ്റഴിച്ചു വിടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനു വേണ്ടിയുള്ള വലിയ ശേഖരങ്ങൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. അത് ഇതുവരെ എക്സ്പ്ലോഡ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത് എക്സ്പ്ലോഡ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത് കുറച്ച് വൈകിയാണെങ്കിലും പാലക്കാട് ഇത്തവണ കൂടി നിങ്ങൾ കടന്നുകൂടിയാലും ഓർത്തു വെച്ചോളൂ, നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ ദുരന്തമായിട്ട് മാറും. എങ്ങനെ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പിടിച്ചെടുത്തതുപോലെ, എങ്ങനെ ശബരിനാഥനെ പോലെ സങ്കടകരമായ ഒരു അവസ്ഥയിൽ പിടിച്ചെടുത്തെങ്കിൽ ഇന്ന് എന്താണ് അവിടെ അവസ്ഥയെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അതിന് ഉത്തരമാകും. അതുകൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയും ഏതെങ്കിലുമൊക്കെ
മുള്ളുമുരുക്ക് മൂർഖം പാമ്പുകളെ വളച്ച് വിജയിച്ചാൽ കടന്നുകൂടി കുറച്ചു കാലത്തേക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ചരിത്രം നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുന്നുണ്ട്. പലതിനും അന്നത്തെ സന്ദർഭത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അവിടെ ഗ്രൗണ്ടിൽ അത് തോറ്റ് നിരാശപ്പെട്ട് മടങ്ങിപ്പോയിട്ടില്ല. ആ നിരാശയിൽ നിന്ന് നടത്തിയിട്ടുള്ള കഠിനാധ്വാനങ്ങളിലൂടെ പലതിലും തിരിച്ചു വന്നിട്ടുണ്ട്, തിരിച്ചു പിടിച്ചിട്ടുണ്ട്, നിലയുറപ്പിച്ചിട്ടുണ്ട്. അത് കോട്ട കെട്ടി സൂക്ഷിക്കുന്നുമുണ്ട്. അത് തിരിച്ചറിയുന്നത് സതീശനും സംഘത്തിനൊക്കെ നല്ലതായിരിക്കും. എന്തായാലും ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടു. പലരും വളരെ പോസിറ്റീവായിട്ട് ഇത് നമ്മുടെ പ്രതികരണങ്ങൾക്ക് പലരും തന്നിരിക്കുന്ന ഹംസയെ പോലുള്ളവരുടെ പ്രതികരണങ്ങളൊന്നും നമ്മൾ ഇഗ്നോർ ചെയ്യുന്നില്ല. നമ്മൾ ഒരു വ്യക്തിയുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തെറിവിളി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും നമ്മൾ അവരുടെ സ്വാതന്ത്ര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് സമ്മതിച്ചു കൊടുക്കുന്നത്. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രതികരണത്തിൽ എനിക്ക് കൂടി വലിയൊരു പോസിറ്റീവ്നെസ് വന്നിട്ടുണ്ട്. കാര്യം ഇത്രയും പേർ സരിൻ ജയിക്കുമെന്ന് പറയുന്നുണ്ട്. കണ്ടുകൊണ്ടിരുന്നതിൽ പലരും പറയുമ്പോൾ നമുക്ക് കൂടി ഉണ്ടാകുന്ന ഒരു ആകുലതയ്ക്ക് നമ്മുടെ ഈ ഭൂരിപക്ഷം പേരുടെ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിൽ ആത്മവിശ്വാസം കൂടി അങ്ങ് വല്ലാതെ ഹൈപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ്. എന്തായാലും ഇത്രയും നേരം നിങ്ങൾ കേട്ടിരുന്നു. വളരെ വൈകിയ സന്ദർഭത്തിലാണ് തുടങ്ങിയത്. അഭിപ്രായങ്ങൾ പലരും പറഞ്ഞു 10,000 വോട്ട്, 7,000 വോട്ട്, 5,000 വോട്ട്. ചിലർ എന്റെ അഭിപ്രായം ചോദിച്ചു. എന്തായാലും പലരും ഇത്രയും ആക്റ്റീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയാനും മറുപടി പറയാനും ഈ രാത്രി സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. അപ്പോ എല്ലാവരും ഭക്ഷണം കഴിച്ച് നല്ലൊരു സുഖനിദ്രയിലേക്ക് പോവുക. ഇന്നത്തെ നമ്മുടെ രാത്രി ഇനി ഉറക്കത്തിന്റെ സമയമാണ്. അപ്പൊ ഇനി കൂടുതൽ സമയം കവരുന്നില്ല. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. മറ്റൊരു വിഷയമായിട്ട് നമ്മൾ കാണും. പാലക്കാട് നമ്മുടെ കാറ്റ് അല്ലെങ്കിൽ ഇടത് കാറ്റാണെങ്കിൽ നമ്മളൊരു ഓള സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.